FC ബാഴ്സലോണക്കും ബ്രസീലിനും ഒരു ഒന്നൊന്നര മുതലിനെ കിട്ടിയിട്ടുണ്ടല്ലേ റാഫിഞ്ഞ. അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച സമയത്തിലൂടെയാണ് അദ്ദേഹം കടന്നു പോകുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഗോളുകളും അസിസ്റ്റുകളുമായിട്ട് അദ്ദേഹം കളനിറഞ്ഞ് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം, ബാഴ്സലോണയുടെ നായക സ്ഥാനം കിട്ടിയ സമയം, നായക സ്ഥാനം മാത്രമല്ല ബാഴ്സയെ മൊത്തം അടക്കി ഭരിക്കുന്ന ഒരു സാഹചര്യമാണ് അദ്ദേഹം നിലവിൽ കളത്തിൽ കാണിക്കുന്നത്. ഇപ്പോൾ ചാമ്പ്യൻസ് ലീഗിലെ ലീഗ് ഘട്ട മത്സരങ്ങളൊക്കെ അവസാനിച്ചു. ആ ഒരു മത്സരങ്ങളുടെ റിസൾട്ട്, മൊത്തത്തിലുള്ള റിസൾട്ടുകൾ എടുത്തു കഴിഞ്ഞാൽ ആരാണ് ഏറ്റവും മികച്ചത് എന്നുള്ളത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ പറയാൻ കഴിയും. അത് സൂപ്പർ താരം റാഫിഞ്ഞ തന്നെയാണ്. 8 ഗോളുകളും 4 അസിസ്റ്റുകളുമായിട്ട് 12 ഗോൾ കോൺട്രിബ്യൂഷനാണ് ടോട്ടൽ അദ്ദേഹം ഈ ഒരു ലീഗ് ഘട്ടത്തിൽ അദ്ദേഹം നേടിയത്. ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ച താരങ്ങൾ 2ാം സ്ഥാനം, അതുപോലെ അസിസ്റ്റുകൾ നേടിയിട്ടുള്ളതിലും 2ാം സ്ഥാനത്ത് അദ്ദേഹം മികച്ച ഫോമിൽ ബാഴ്സലോണയിൽ ചാമ്പ്യൻസ് ലീഗിലും 8 ഗോളുകളും 4 അസിസ്റ്റുകളുമായിട്ട് 12 കോൺട്രിബ്യൂഷനുമായിട്ട് അദ്ദേഹം മുന്നേറുകയാണ് ചാമ്പ്യൻസ് ലീഗിൽ ഇതുവരെയുള്ള മത്സരങ്ങളിൽ. ഏതായാലും FC ബാഴ്സലോണക്ക് ഒരു നെടുന്തൂണിനെ കിട്ടിയിരിക്കുകയാണ് ഇപ്പോൾ റാഫിഞ്ഞയെ. വിശ്വസിക്കാം, ഒരു താരത്തിൽ നമുക്ക് ഓരോ താരങ്ങളുണ്ടല്ലോ കളത്തിലിറങ്ങുമ്പോൾ അവരുടെ മേലുള്ള വിശ്വാസം, ആരില്ലെങ്കിലും ആ ഒരു താരം കളത്തിലുണ്ടല്ലോ എന്നുള്ളൊരു വിശ്വാസം. ഇപ്പോൾ റാഫിഞ്ഞ മാത്രമല്ല, യമാലി, ലെവൻഡോസ്കി പോലെ താരങ്ങളൊക്കെ അവിടെ ഉണ്ട്. എങ്കിലും റാഫിഞ്ഞ ബാഴ്സലോണയുടെ നെടുന്തൂണായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതായാലും ഈ ഒരു പെർഫോമൻസ് ബ്രസീലിൻ്റെ വരും മത്സരങ്ങൾക്കൊക്കെ നല്ലൊരു പ്രതീക്ഷയാണ് റാഫിഞ്ഞയുടെ ഭാഗത്ത് നിന്ന് നൽകുന്നത്. കാരണം മികച്ച ഒരു 11 ബ്രസീലിന് പടുത്തുയർത്തേണ്ടതുണ്ട് 2026 ആകുമ്പോഴേക്കും. വിനീഷ്യസ് ജൂനിയറിൻ്റെ റയലിലെ ഫോമും അതുപോലെ സൂപ്പർ താരം നെയ്മർ ജൂനിയറുടെ തിരിച്ചുവരും എല്ലാം കൂടി ആകുമ്പോൾ ബ്രസീൽ ഒരു മികച്ച 11 2026 സെറ്റ് ചെയ്യും എന്ന് തന്നെ നമുക്ക് വിചാരിക്കാം.